കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. 7 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 1 ഗഡു കഴിഞ്ഞ മാസം നൽകി. 2 ഗഡു കൂടി ഇപ്പോൾ നൽകിയാലും ഏപ്രിലിലേതടക്കം 5 മാസത്തെ പെൻഷൻ ഇനിയും കുടിശ്ശികയാണ്. ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സർക്കാർ നടപടി. പെൻഷൻ വൈകുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക CPI ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ പങ്കുവച്ചിരുന്നു. പ്രതിസന്ധിക്കുത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന നിലപാടിലായിരുന്നു സംസ്ഥാനം. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളുടെ മറുപടി. LDF യോഗത്തിൽ CPI തന്നെ വിമർശനവുമായി രംഗത്ത് വന്നതോടെ വേഗത്തിൽ തന്നെ പെൻഷൻ നൽകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. നാളെ 3200 വിതരണം ചെയ്യുമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ തുക വരുന്നവർക്ക് 1600 വീതം 2 പ്രാവശ്യമായിട്ടായിരിക്കും തുക എത്തുക. ഓരോ മാസത്തെ തുകയും പ്രത്യേകമായാണ് അയക്കുന്നതെന്ന് DBT സെല്ലുകൾ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ആദ്യത്തെ 1600 രൂപ അക്കൗണ്ടിൽ വന്ന് മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും രണ്ടാമത്തെ 1600 അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.